ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാമ്പിൾ സൈസ് എന്നിനെ നമ്മൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അലോക്കേഷൻ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Allocations of sample size n. Here we consider how the total sample size n is selected from various strata. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ സൈസ് എന്നിനെ സിലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി അസ്യൂം ദാറ്റ് എൻ ഇസ് ഫിക്സഡ്. എൻ ഫിക്സഡ് ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. Therefore the problem is how to allocate the sample size n in two various strata. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ സാമ്പിൾ സൈസ് എന്നിനെ നമ്മൾ വേരിയസ് സ്ട്രാറ്റയിൽ നിന്നും എടുക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഹൗ മെനി യൂണിറ്റ്സ് ആർ ടു ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് സ്ട്രാറ്റ. എങ്ങനെയാണ് എന്നെ എടുക്കാമെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ സ്ട്രാറ്റത്തു നിന്നും നമ്മൾ എത്ര യൂണിറ്റ്സ് എടുക്കണം എന്നുള്ളതാണ് നമ്മളെ പ്രോബ്ലം. അപ്പോൾ സപ്പോസ് N1 N2 എക്സെട്ര NL എന്ന് പറയുന്നതാണ് നമ്മളെ യൂണിറ്റ്സ്. ആ NL യൂണിറ്റ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ NL യൂണിറ്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് സ്ട്രാറ്റം, സെക്കൻഡ് സ്ട്രാറ്റം എക്സെട്ര എൽത്ത് സ്ട്രാറ്റം വരെ ഉണ്ടാവും. ഈ ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും എത്ര N1 N2 എക്സെട്ര NL ആണ് വേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2-3 അലോക്കേഷൻസ് നോക്കും. ഫസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മളെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ NL എന്ന് പറയുന്നത് NH എന്ന് പറയുന്നത് നമ്മളെ സാമ്പിൾ NH യൂണിറ്റ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ NHന് പ്രപ്പോർഷണലായിട്ട് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ H എന്ന് പറഞ്ഞാൽ 1, 2 മുതൽ L വരെ ഉണ്ടാവും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സെലക്റ്റഡ് ഫ്രം ദ H stratum is proportional to the number of units in the H stratum of the population. H സ്ട്രാറ്റത്തിലുള്ള പോപ്പുലേഷന് പ്രപ്പോർഷണലായിട്ടാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ പ്രപ്പോർഷണൽ അലോക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂസിങ് പ്രപ്പോർഷണൽ കെ വി റൈറ്റ് ദിസ്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് എഴുതാമെന്ന് വെച്ചാൽ NH is proportional to NHനെ നമ്മൾ NH is equal to K into NH എന്ന രീതിയിലാണ് നമ്മൾ എഴുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും NH is equal to K into NHൻ്റെ രണ്ട് സൈഡിലും സമ്മേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സമ്മേഷൻ NH is equal to K into സമ്മേഷൻ ക്യാപിറ്റൽ NH എന്ന് വരും. അതിൽ നിന്നും നമുക്ക് എന്ത് പറയാം, സമ്മേഷൻ NH എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ n ആണ്, അതേപോലെ ക്യാപിറ്റൽ NH എന്നുള്ളത് ക്യാപിറ്റൽ N ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് Kൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n/n ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, Kൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n/n ആണ്. അപ്പോൾ ഈ വാല്യൂവിനെ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, NH is equal to n/n into NH വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ NH ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് നമുക്കറിയാം WH ആണെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, സ്മോൾ ലെറ്റർ NH എന്ന് പറയുന്നത് n into WH ആണെന്ന് പറയാം. ഓക്കെ, സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് n into WH ആണെന്ന്. H എന്ന് പറയുന്നത് 1 to L. ഇങ്ങനെ ഈ ഒരു ടൈപ്പിലുള്ള അലോക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് പ്രപ്പോർഷണൽ അലോക്കേഷൻ എന്നുള്ളത്. ഇതാണ് ഫസ്റ്റത്തെ അലോക്കേഷൻ, പ്രപ്പോർഷണൽ അലോക്കേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് n എന്ന് പറയുന്നത് സാമ്പിൾ NH എന്ന് പറയുന്നത് ക്യാപിറ്റൽ NHന് പ്രപ്പോർഷണൽ ആണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ പ്രപ്പോർഷണാലിറ്റിനെ നമുക്ക് എങ്ങനെ ആക്കാം, ആ പ്രപ്പോർഷണാലിറ്റിനെ നമുക്ക് NH is equal to K into ക്യാപിറ്റൽ NH എന്ന് എഴുതാം. പിന്നെ നമ്മൾ കേക്ക് ഒരു വാല്യൂ കണ്ടുപിടിച്ച് ആ കേക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും സമ്മേഷൻ എടുത്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സമ്മേഷൻ NH എന്നുള്ളത് സ്മോൾ ലെറ്റർ n ഉം ക്യാപിറ്റൽ NHൻ്റെ സമ്മേഷൻ എന്നുള്ളത് ക്യാപിറ്റൽ N ആയിട്ട് കിട്ടും. അപ്പോൾ Kൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n/n ആയിട്ട് കിട്ടും. ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് NH is equal to n/n into NH വരും. അപ്പോൾ ഇതിൽ NH/n എന്ന് പറയുന്നത് WH ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷന് NH is equal to n into WH എന്ന് കിട്ടും. ഇതിനാണ് നമ്മൾ പ്രപ്പോർഷണൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ബിഗർ സാമ്പിൾ ഷുഡ് ബി ടേക്കൻ ഫ്രം ബിഗർ സ്ട്രാറ്റ. അപ്പോൾ ഇത് നമ്മൾ കുറേ സാമ്പിൾ എടുക്കുന്നത് കുറേ പോപ്പുലേഷനുള്ള കുറച്ചും കൂടി വലിയൊരു സ്ട്രാറ്റത്തിൽ നിന്നായിരിക്കും.
അപ്പോൾ അതേപോലെ തന്നെ കുറേ പോപ്പുലേഷൻ ഉള്ളിടത്ത് നമ്മൾ കുറേ സാമ്പിൾ എടുക്കുന്ന പോലെ തന്നെ സ്മോള് സാമ്പിൾസ് ആയിരിക്കും നമ്മൾ സ്മോളർ സ്ട്രാറ്റത്തിൽ നിന്ന് എടുക്കുക. അപ്പോൾ അതിനർത്ഥം എന്താണ്? therefore we consider only size of the strata. അപ്പോൾ ഇതിൽ നമ്മൾ സ്ട്രാറ്റത്തിൻ്റെ സൈസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ NH പ്രപ്പോർഷണൽ ടു ക്യാപിറ്റൽ NH എന്നുള്ള കേസിൽ ഇതിൽ നമ്മൾ സ്മോൾ സാമ്പിൾ സൈസ് ചൂസ് ചെയ്യുന്നത് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രാറ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത സാധനമാണ്. അപ്പോൾ ഈ ഓരോ സ്ട്രാറ്റം വലുതാകുമ്പോൾ സാമ്പിൾ സൈസും കൂടും, സ്ട്രാറ്റം ചെറുതാകുമ്പോൾ സാമ്പിൾ സൈസും കുറയും. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രാറ്റത്തിൻ്റെ സൈസ് മാത്രമാണ്. അപ്പോൾ ഇറ്റ് ഈസ് അൺഫെയർ ഓഫ് ടേക്കിംഗ് സാമ്പിൾസ് ഇൻ ദിസ് വേ that the characters where the stratum are of different variability with respect to characteristic under consideration. അപ്പോൾ നമ്മൾ വേരിയബിലിറ്റി കൺസിഡർ ചെയ്യാതെ സൈസ് മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അലൊക്കേഷൻ അല്ല നമ്മളവിടെ ചെയ്യുന്നത്. ബിഗർ സാമ്പിൾസ് എടുക്കും, ബിഗർ വേരിയബിലിറ്റി ഉള്ളിടത്തുനിന്നും നമ്മൾ ബിഗർ സാമ്പിൾസ് എടുക്കും, സ്മോളർ വേരിയബിലിറ്റി ഉള്ളിടത്തുനിന്നും സ്മോളർ സാമ്പിൾസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പുറമേ അപ്പോൾ വേരിയബിലിറ്റിയും സ്ട്രാറ്റം സൈസും കൂടിയും കൺസിഡർ ചെയ്യുന്ന ഒരു അലൊക്കേഷനാണ് നമ്മളിനി നോക്കേണ്ടത്. നേരത്തെ കേസിൽ നമ്മൾ സൈസ് മാത്രമാണ് നോക്കിയത്. വേരിയബിലിറ്റിയും കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു നല്ലൊരു സാമ്പിൾ അലൊക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു NH ഇൻറ്റു SH ആയിരിക്കും. SH എന്ന് പറയുന്നത് നമ്മളെ വേരിയബിലിറ്റി ഫാക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രപ്പോർഷണാലിറ്റീനെ മാറ്റി എഴുതാം? NH ഇസ് ഈക്വൽ ടു K ഇൻറ്റു NH ഇൻറ്റു SH. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ അടുത്ത നമ്മൾ രണ്ട് സൈഡിലും സമീഷൻ കൊടുക്കും. അപ്പോൾ സമീഷൻ NH ഇസ് ഈക്വൽ ടു K ഇൻറ്റു സമീഷൻ NH ഇൻറ്റു SH വരും. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ NH എന്നുള്ളിടത്ത് N വരും, ക്യാപിറ്റൽ NH SH എന്നുള്ളിടത്ത് റിമെയിൻസ്, അതങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ Kൻ്റെ വാല്യൂ എന്ന് പറയുന്നത് N ഡിവൈഡഡ് ബൈ സമേഷൻ NH ഇൻറ്റു SH ആയിരിക്കും. ഈ ഒരു വാല്യൂവിനെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ NH എന്ന് പറയുന്നത് NH ഇസ് ഈക്വൽ ടു N ഇൻറ്റു NH ഇൻറ്റു SH ഡിവൈഡഡ് ബൈ സമേഷൻ NH ഇൻറ്റു SH ആയിരിക്കും വരാം. ദാറ്റ് ഈസ്, അപ്പോൾ നമ്മൾ ഈ NH ഡിവൈഡഡ് ബൈ Nനെ നമ്മൾ WHനെ കൊണ്ട് മാറ്റി ചെയ്തു. നമ്മൾ ഇതിനെ മൊത്തമായിട്ട് Nനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? N ഇൻറ്റു WH ഇൻറ്റു SH ഡിവൈഡഡ് ബൈ സമേഷൻ WH ഇൻറ്റു SH എന്നാക്കി മാറ്റി എഴുതാം. ഈ ഒരു അലൊക്കേഷനെ നമ്മൾ പറയുന്ന പേരാണ് നെയ്മാൻ ഒപ്റ്റിമൈസേഷൻ അലൊക്കേഷൻ. അപ്പോൾ ഈ ഒരു അലൊക്കേഷനിൽ നമ്മൾ വേരിയബിലിറ്റിയും സൈസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് NH ഇസ് പ്രപ്പോർഷണൽ ടു ക്യാപിറ്റൽ NH ഇൻറ്റു SH എന്നുള്ളത് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അലൊക്കേഷൻ എന്ന് പറയുന്നത് NH എന്ന് പറയുന്നത് N ഇൻറ്റു WH/SH ഡിവൈഡഡ് ബൈ സമേഷൻ WH ഇൻറ്റു SH ആണ്. ഇത് നമ്മൾ പറയുന്ന പേരാണ് നെയ്മാൻ ഒപ്റ്റിമൈസേഷൻ അലൊക്കേഷൻ. നേരത്തത് നമ്മൾ ഡിസ്കസ് ചെയ്ത് NH പ്രപ്പോർഷണൽ ടു ക്യാപിറ്റൽ NH ആയിരുന്നു. അത് പ്രപ്പോർഷണൽ അലൊക്കേഷനാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് അലൊക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, പ്രപ്പോർഷണൽ അലൊക്കേഷനും നെയ്മാൻ ഒപ്റ്റിമം അലൊക്കേഷനും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും ഉള്ള NHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇനി ഈ രണ്ട് ഡിഫറെൻറ്റ് അലൊക്കേഷൻ്റെ കേസിലും നമുക്ക് ഉള്ള വേരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ രണ്ട് വേരിയേഷനും ഈ രണ്ട് അലൊക്കേഷനും യൂസ് ചെയ്യുമ്പോൾ ഉള്ള വേരിയൻസിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.